السلام عليكم ورحمة الله وبركاته. الحمد لله كثيرا وسبحان الله وبحمده بكرة وأصيلا وأشهد أن لا إله إلا الله وحده لا شريك له وأشهد أن سيدنا ونبينا محمدا عبد الله ورسوله فصل اللهم على سيدنا ونبينا وعلى آله وصحبه وسلم تسليما كثيرا. أوصيكم عباد الله ونفسي بتقوى الله. قال الله تعالى: إنه من يتقي ويصبر فإن الله لا يضيع أجر المحسنين. أيها المسلمون، نبارك لكم عيدكم الميمون عيد الأضحى المبارك، ونسأل الله تعالى أن يعيده بالخير والسعادة. فاتقوا الله عباد الله. الله أكبر الله أكبر الله أكبر، لا إله إلا الله والله أكبر، الله أكبر ولله الحمد. ഏറെ സ്നേഹാദരണീയരായ സത്യവിശ്വാസികളെ, വിശ്വാസിനികളെ, പ്രപഞ്ചരക്ഷിതാവായ പടച്ചറബിന്റെ വിധിവിലക്കുകൾ ജീവിതത്തിൽ ശ്രദ്ധിച്ച് സൂക്ഷിച്ച് അള്ളാഹുവിന്റെ അനുഗ്രഹങ്ങൾ ഓർത്തുകൊണ്ട് ഈ പുണ്യ ദിവസത്തെ ഏറ്റവും പ്രഗത്ഭമായി ഉപയോഗപ്പെടുത്തിക്കൊണ്ട് ജീവിക്കണേ എന്ന്, അതിനുവേണ്ടി പ്രാർത്ഥിക്കുകയും പ്രവർത്തിക്കുകയും ചെയ്യണേ എന്ന് എല്ലാവരെയും ഓർമ്മപ്പെടുത്തുകയാണ്. അള്ളാഹുവിന്റെ വലിയ അനുഗ്രഹത്താൽ ഏറെ മനോഹരമായ ഒരു ദിനത്തിലാണ് നമ്മളുള്ളത്. ബലിപെരുന്നാളിന്റെ അതിമനോഹരമായ ഈ സുദിനത്തിൽ ഹജ്ജിന്റെ ചൈതന്യവും ഇബ്രാഹിം നബി അലൈഹിസ്സലാമയുടെയും അദ്ദേഹത്തിന്റെ കുടുംബത്തിന്റെയും ഒക്കെ ത്യാഗോജ്ജലമായ സ്മരണകളും ഒക്കെ അയവിറക്കിക്കൊണ്ടിരിക്കുന്ന ഈ മഹത്തായ സുദിനത്തിൽ എല്ലാവർക്കും ഹൃദയം നിറഞ്ഞ ഈദാശംസകൾ നേരുന്നു. അല്ലാഹു അക്ബർ അല്ലാഹു അക്ബർ അല്ലാഹു അക്ബർ, ലാ ഇലാഹ ഇല്ലല്ലാഹു അല്ലാഹു അക്ബർ, അല്ലാഹു അക്ബർ വലില്ലാഹിൽ ഹംദ്. ഒരു വിശ്വാസിയുടെ ജീവിതത്തിൽ ഏറെ സന്തോഷമുണ്ടാകുന്ന ഒരു ദിനമാണ് ഇന്ന്. ഭക്തിയുടെയും സന്തോഷത്തിന്റെയും സമ്മിശ്രമായ ഏറ്റവും സന്തോഷകരമായ ഒരു ദിനത്തിലാണ് നമ്മളുള്ളത്. ഖുൽ ബിഫദ്ലില്ലാഹി വബിറഹ്മതിഹി ഫബിദാലിക ഫല്യഫ്റഹു. ഖുർആൻ പറഞ്ഞത്, പടച്ചവൻ അവന്റെ അനുഗ്രഹത്താൽ അവൻ നിങ്ങൾക്കേറെ ഫദ്ല് നൽകിയിരിക്കുന്നു, അവൻ റഹ്മത്ത് നൽകിയിരിക്കുന്നു. അള്ളാഹു നൽകിയ ഫദ്ലും റഹ്മത്തും ഓർത്തുകൊണ്ട് നിങ്ങൾക്ക് സന്തോഷിക്കാമെന്നാണ് ഖുർആൻ നമ്മളെ കേൾപ്പിക്കുന്നത്. വഖദ് ഇജ്തമഅത് ഫീ ദീനിനാ ഹാദാ അൽബിർ വൽ ഖൈറാത്ത് ശആഇറുൻ വഇബാദാത്ത് ദിക്റുൻ വതസ്ബീഹുൻ ഉൽഫത്തുൻ വമഹബ്ബത്തുൻ ഫറഹുൻ വമസറത്തുൻ സഅത്തുൻ വഫുസ്ഹത്തുൻ. എന്തൊക്കെ അനുഗ്രഹങ്ങളുമായിട്ടാണ് ഓരോ ഈദും നമ്മളിലേക്ക് കടന്നു വരുന്നത് ആലോചിച്ചു നോക്കൂ. ഒരു മാസത്തെ അതിശക്തമായ വ്രതാനുഷ്ഠാനത്തിന് ശേഷം പടിപടിയായി വിശ്വാസികൾ തഖ്വ നേടി ഏറ്റവും ഉജ്ജ്വലമായ ഒരവസ്ഥയിലേക്ക് എത്തിപ്പെട്ടതിന് ശേഷമാണ് ചെറിയ പെരുന്നാൾ കടന്നു വരുന്നതെങ്കിൽ, ഈ ഹജ്ജിന്റെ മാസത്തിൽ ഏറെ പവിത്രമായ സൽക്കർമ്മങ്ങൾ ചെയ്തുകൊണ്ട്, പവിത്രമായ ആരാധനാകർമ്മങ്ങൾ ചെയ്തുകൊണ്ട് ലക്ഷോപലക്ഷം വിശ്വാസികൾ അള്ളാഹുവിന്റെ ഭവനത്തിന്റെ അടുക്കൽ ചെന്ന് ഏറെ പവിത്രമായ കർമ്മങ്ങൾ അനുഷ്ഠിച്ചുകൊണ്ട് ഏറെ അനുഗ്രഹീതമായ ഒരവസ്ഥയിലേക്ക് ലോകം നീങ്ങിക്കൊണ്ടിരിക്കുന്ന സുന്ദരമായ ഒരു മുഹൂർത്തത്തിലാണ് നമ്മൾ ബലിപെരുന്നാളിലേക്ക് എത്തിപ്പെട്ടിരിക്കുന്നത് എന്നത് നമുക്ക് സന്തോഷിക്കുവാനുള്ള ഏറെ വകുപ്പ് നൽകുന്ന ഒരു കാര്യമാണ്. അതുകൊണ്ടാണ് നമ്മൾ പറയുന്നത് അല്ലാഹു അക്ബർ അല്ലാഹു അക്ബർ അല്ലാഹു അക്ബർ. നമ്മുടെ നടത്തത്തിലും ഇരുത്തത്തിലും, നമ്മുടെ ഈ ഖുത്ബക്ക് മുന്നോടിയായുള്ള നമസ്കാരത്തിലും
ആ നമസ്കാരത്തിൽ ഉണ്ടായിരുന്ന വർധനവ് എന്ന് പറയുന്നതും ഈ തക്ബീറുകളായിരുന്നു. അള്ളാഹുവിന്റെ മഹത്വങ്ങൾ പാടിപ്പുകഴ്ത്തുകയായിരുന്നു. നമ്മൾ ഉറക്കെ പ്രഖ്യാപിക്കുകയായിരുന്നു. റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞത് ഫഅക്സിറു ഫീഹിന്ന അത്തഹ്ലീൽ വത്തക്ബീർ വത്തഹ്മീദ്. ഈ പവിത്രമായ ദിവസങ്ങളിൽ നിങ്ങൾ എത്തിപ്പെടുമ്പോ അള്ളാഹുവിന്റെ മുമ്പിൽ നിങ്ങൾ സമർപ്പിക്കേണ്ട കാര്യം, കൂടുതലായി നിങ്ങൾ ചെയ്യേണ്ട കാര്യം അത്തഹ്ലീൽ വത്തക്ബീർ വത്തഹ്മീദ്. ലാ ഇലാഹ ഇല്ലല്ലാഹ് എന്ന മന്ത്രമാണ്. അല്ലാഹു അക്ബർ എന്ന ഉച്ചത്തിലുള്ള പ്രഖ്യാപനമാണ്. വത്തഹ്മീദ്, പടച്ചവനെ സ്തുതിക്കുന്ന അൽഹംദുലില്ലാഹ് ഹംദിന്റെ പാഠങ്ങളാണ്. നമ്മൾ കേൾക്കുന്നില്ലേ? ലബൈക് അല്ലാഹുമ്മ ലബൈക് ലബൈക ലാ ശരീക ലക ലബൈക് ഇന്നൽ ഹംദ വന്നിഅമത ലക വൽ മുൽക്ക് ലാ ശരീക ലക. ലോകത്തിന്റെ നാനാഭാഗങ്ങളിൽ നിന്ന് ആളുകൾ ആ പരിശുദ്ധ ഭവനത്തിന്റെ അടുക്കൽ വന്ന് മഹാനായ ഖലീലുല്ലാഹി ഇബ്രാഹിം നബി അലൈഹി സ്വലാമിയുടെ കാൽപെരുമാറ്റം ഉണ്ടായ, അദ്ദേഹത്തിന്റെ കുടുംബം ജീവിച്ച് കാണിച്ചു തന്ന മാതൃകകൾ ഉൾക്കൊള്ളുന്ന ആ നഗരിയിൽ വന്നുകൊണ്ട് അവർ പ്രഖ്യാപിക്കുക, പടച്ചവനെ നീയല്ലാതെ ആരാധ്യനില്ല, നിനക്ക് പങ്കുകാരില്ല, നിന്റെ അവതാരങ്ങൾ ഞങ്ങൾ പാടിപ്പുകഴ്ത്തുന്നു, നിനക്കാണ് സ്തുതികൾ, നിനക്കാണ് എല്ലാവിധ തക്ബീറുകളും തഹ്മീലുകളും തഹ്ലീലുകളും എന്ന് ഉറക്കെ പ്രഖ്യാപിച്ചുകൊണ്ട് അവർ അവിടെ ഈ ശബ്ദം ഉയർത്തിക്കൊണ്ടിരിക്കുക. നമ്മൾ സന്തോഷിക്കുകയാണ് ഈ ദിവസത്തിൽ. നമ്മുടെ സന്തോഷം എന്ന് പറയുന്നത് അള്ളാഹു നമുക്ക് നേരെ നടക്കാൻ, നേരെ ചിന്തിക്കാൻ, നേരെ ഉള്ള ഒരു ജീവിതമാർഗം നമ്മുടെ മുമ്പിൽ അള്ളാഹു പ്രദാനം ചെയ്തിരിക്കുന്നു എന്ന സൂചിപ്പിച്ചതുപോലെ മക്കയിലെ പുണ്യ പ്രദേശങ്ങളിൽ അള്ളാഹുവിന്റെ കൽപ്പനകൾ അംഗീകരിച്ചുകൊണ്ട് അനുസരിച്ചുകൊണ്ട് അള്ളാഹുവിന്റെ കൽപ്പനകൾ അനുസരിച്ചുകൊണ്ട് വിവിധ കർമ്മങ്ങളിൽ ഏർപ്പെട്ടുകൊണ്ട് സംശുദ്ധരായിട്ടുള്ള ഒരു ഭാഗം ആളുകൾ. ഇവിടെ നമ്മൾ അറഫ നോമ്പുകളിലൂടെ മറ്റാരാധനാ കർമ്മങ്ങളിലൂടെയൊക്കെ ഈ ദിവസങ്ങളെ പുണ്യമായി ഉപയോഗപ്പെടുത്തിക്കൊണ്ടിരിക്കുമ്പോൾ നമ്മൾ ഓർക്കുന്ന ഒരു കാര്യം, ഇന്ന് നമ്മൾ എത്തിപ്പെട്ടിരിക്കുന്നത് റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞതുപോലെ ഖാല റസൂലുള്ളാഹ് സല്ലല്ലാഹു അലൈഹി വസല്ലം ഇന്ന അലമൽ അയ്യാം ഇൻദല്ലാഹ് തബാറക വതആല യൗമുൻ നഹർ. അറഫ ദിവസത്തെ സംബന്ധിച്ച് പറഞ്ഞതുപോലെ യൗമുൻ നഹർ, ഈ അറവിന്റെ ദിവസം, ബലികർക്കുന്ന ഈ ദിവസം എന്ന് പറയുന്ന ഈ ദിനം, ദുൽഹജ്ജ് മാസത്തിലെ 10 ഈ ദിവസം ഏറെ പ്രാധാന്യമുള്ളതാണ്. മാത്രമല്ല അള്ളാഹുവിന്റെ അടുക്കൽ ഏറെ പ്രാധാന്യം, അള്ളാഹുവിന്റെ അടുക്കൽ ഏറെ പ്രത്യേകതയുള്ള ഒരു ദിവസമായിട്ടാണ്, ഏറ്റവും കൂടുതൽ പുണ്യം നിറഞ്ഞ ഒരു ദിവസമായിട്ടാണ് അള്ളാഹു ഈ ദിവസത്തെ കാണുന്നത്. എത്ര ആളുകളാണ് സമ്പുഷ്ടമായി ഇന്ന് ജീവിക്കാൻ സാധിക്കുന്നത്, എത്ര ആളുകളാണ് ദാനം ചെയ്യുന്നത്, സദഖകൾ ചെയ്യുന്നത്, നന്മകൾ പ്രവർത്തിക്കുന്നത്, ബലിയെറുക്കുന്നത്, തങ്ങളുടെ എല്ലാവിധത്തിലുള്ള സ്വന്തമായ അവരുടെ ഇഷ്ടങ്ങളെല്ലാം മാറ്റിവെച്ചുകൊണ്ട് പടച്ചവന്റെ കൽപ്പനക്ക് കീഴ്പ്പെടാൻ ഞങ്ങൾ ഒരുക്കമാണ് എന്ന് പ്രഖ്യാപിച്ചുകൊണ്ട് അവർ മുന്നോട്ട് പോകുന്നത് എത്ര സന്തോഷകരമായ ഒരു കാര്യമാണ്. قصد به الحجاج بيت الله الحرام وقفوا فيه بعرفات صام الصائمون في البلاد واجتهد المجتهدون وفازوا بالنعيم والجزاء الأوفى. നമ്മൾ ഓർക്കുന്നത് പോലെ അള്ളാഹുവിന്റെ മഹത്തായ അനുഗ്രഹമാണ് ഈ ദിനമെന്ന് പറയുന്നത്. ഇവിടെ നമുക്ക് ജീവിക്കാൻ സാധിച്ചിരിക്കുന്നു. ഈ ദിവസത്തിൽ അള്ളാഹുവിന്റെ അനുഗ്രഹങ്ങൾ അനുഭവിക്കാൻ നമുക്ക് ഭാഗ്യം സിദ്ധിച്ചിരിക്കുന്നു. പക്ഷെ ഒരുപാട് ആളുകൾ പ്രയാസപ്പെടുന്നവരായിട്ടുണ്ട്. ലോകത്തിന്റെ വിവിധ ഭാഗങ്ങളിൽ നമ്മളെപ്പോലെ സന്തോഷിക്കുവാനും ഒരുമിച്ച് കൂടുവാനും ഇതേപോലെ തക്ബീറുകൾ മുഴക്കാനും അല്ലാഹു അക്ബർ അല്ലാഹു അക്ബർ അല്ലാഹു അക്ബർ ലാ ഇലാഹ ഇല്ലല്ലാഹു അല്ലാഹു അക്ബർ അള്ളാഹുവിന്റെ നാമം ഉച്ചൈസ്വരം പ്രഖ്യാപിക്കാനുള്ള അവസരങ്ങളില്ലാതെ, അതിനുള്ള സൗകര്യങ്ങളില്ലാതെ പ്രയാസപ്പെടുന്ന എത്ര ആളുകളാണ് ലോകത്ത് നമ്മൾ കാണുന്നത്. യന്ത്രവൽകൃതമായ ഈ ലോകം, എല്ലാം യന്ത്രത്തിന്റെ സഹായങ്ങളോടുകൂടി അങ്ങനെ നീങ്ങിപ്പോയിക്കൊണ്ടിരിക്കുന്ന ഈ ലോകത്ത് നമുക്ക് ഏറ്റവും ആവശ്യമുള്ളത് ശാന്തിയാണ്, സമാധാനമാണ്. ഇന്ന് രാവിലെ പള്ളിയിലേക്ക് വരുമ്പോ, ഈ മുസല്ലയിലേക്ക് വരുമ്പോ എന്തൊരു സന്തോഷമായിരുന്നു നമ്മുടെ മനസ്സുകളിൽ ഉണ്ടായിരുന്നത്. ഇന്നലത്തെ നോമ്പ് കഴിഞ്ഞ് പടച്ചവൻ അത് സ്വീകരിക്കണേ എന്ന് പ്രാർത്ഥിച്ചുകൊണ്ട്
അറഫാ ദിനത്തിന്റെ പുണ്യങ്ങൾ അതിനെ വാരിപ്പുണരാൻ വേണ്ടി നമ്മൾ ആഗ്രഹിച്ചുകൊണ്ട് ആ ഒരു ദിവസത്തെ അങ്ങനെയുള്ള സന്തോഷത്തിലൂടെ കടന്നു വന്നിട്ടാണ് നമ്മൾ ഇന്നിന്റെ ഈ ഈദിന്റെ സുദിനത്തിലേക്ക് വന്നിരിക്കുന്നത്. ഏറെ സമാധാനമുണ്ട് നമ്മുടെ മനസ്സുകൾക്ക്. അലാ ബിദിക്രില്ലാഹി തത്മഇന്നുൽ ഖുലൂബ്. നിങ്ങളുടെ ദിക്റുകളുണ്ടല്ലോ, അള്ളാഹുവിനെ സംബന്ധിച്ചുള്ള ഈ ഓർമ്മകളുണ്ടല്ലോ, അവനെ സ്മരിക്കുന്ന ലാ ഇലാഹ ഇല്ലല്ലാഹ്, അല്ലാഹു അക്ബർ, അൽഹംദുലില്ലാഹ് എന്നിങ്ങനെ നിങ്ങൾ പറഞ്ഞുകൊണ്ടിരിക്കുന്ന ഈ വാക്കുകളുണ്ടല്ലോ, ആ ഓർമ്മകളുണ്ടല്ലോ, ആ ഓർമ്മകളാണ് നിങ്ങളുടെ മനസ്സിന് ശാന്തി പകരുന്നത്, സമാധാനം നൽകുന്നത് എന്ന് ഖുർആൻ പറഞ്ഞിരിക്കുന്നു. ഏറെ സന്തോഷമുള്ള ആളുകളാണ് നമ്മൾ, സന്തോഷിക്കേണ്ട ആളുകളാണ്. പക്ഷെ നമ്മൾ ഈ ദിവസത്തെ ഓർക്കുമ്പോ മഹത്തായ ഒരു ത്യാഗത്തിന്റെ സ്മരണകളാണ് നമ്മുടെ മുന്നിലേക്ക് കടന്നു വരുന്നത്, അല്ലേ? ലോകത്ത് ത്യാഗങ്ങൾ അനുഷ്ഠിച്ചവരെ, ത്യാഗികളായ ആളുകളെ എല്ലാവരും ഓർക്കാറുണ്ട്. അവരുടെ സ്തുതികൾ പാടിപ്പുകഴ്ത്താറുണ്ട്. പക്ഷേ തനിക്ക് ജീവിതത്തിൽ കിട്ടിയ ഏറ്റവും വലിയ അനുഗ്രഹം എന്ന് വിശേഷിപ്പിക്കാവുന്ന, ജീവിതത്തിന്റെ അന്ത്യത്തിൽ മാത്രം അദ്ദേഹത്തിന് ലഭിച്ച ഒരു പിഞ്ചോമന മകന്, ഒരു കുഞ്ഞു മകന് ബലിയെറുക്കാൻ വേണ്ടിയുള്ള അള്ളാഹുവിന്റെ കൽപ്പന, ആ കൽപ്പനക്ക് മുമ്പിൽ അടിപതറാതെ ഉച്ചൈസ്വരം ആ പ്രഖ്യാപനങ്ങൾ ജീവിതത്തിൽ ഏറ്റെടുത്ത മഹാനായ ഒരു പ്രവാചകൻ ഇബ്രാഹിം നബി അലൈഹിസ്സലാമയെ നമ്മൾ ഓർക്കുകയാണ്. ആ ത്യാഗ സ്മരണകൾ നമ്മൾ അയവിറക്കുകയാണ്. ഖദ് കാനത് ലക്കും ഉസ്വത്തുൻ ഹസനത്തുൻ ഫീ ഇബ്രാഹീമ വല്ലദീന മഅഹു. തീർച്ചയായും നിങ്ങൾക്ക് ഇബ്രാഹിമിലും അദ്ദേഹത്തിന്റെ കൂടെയുള്ളവരിലും അദ്ദേഹത്തിന്റെ കുടുംബത്തിലും നിങ്ങൾക്ക് വളരെ വ്യക്തമായ മാതൃകകളുണ്ട് എന്ന് ഖുർആൻ പഠിപ്പിക്കുക. നമ്മളോട് ത്യാഗം ചെയ്യാൻ ആവശ്യപ്പെടുകയാണ് ഖുർആൻ ഇതിലൂടെ ചെയ്യുന്നത്. മകനെ അറുക്കാനല്ല, നമുക്ക് കിട്ടിയത് മുഴുവനും അള്ളാഹുവിന്റെ മാർഗത്തിൽ ബലി കഴിക്കാനല്ല, നമ്മുടെ മക്കളെ മുഴുവനും അറുത്തു കൊടുക്കണമെന്നല്ല നമ്മളോട് ആവശ്യപ്പെടുന്നത്. നമ്മുടെ സമയം ഒരല്പം ചെലവഴിക്കാൻ, നമ്മുടെ സമ്പത്തിന്റെ ചെറിയൊരു ഭാഗം മാറ്റിവെക്കാൻ, നമ്മുടെ സൗകര്യങ്ങളുടെ ചെറിയൊരു ഭാഗം മാത്രം നീക്കിവെക്കാൻ, അതാണ് അള്ളാഹു നമ്മളോട് ആവശ്യപ്പെടുന്നത്. അള്ളാഹുവിന്റെ കൃപയാണ്, അള്ളാഹുവിന്റെ കാരുണ്യമാണ്. അള്ളാഹു ആ നിലക്ക് മാത്രമേ നമ്മളോട് കൽപ്പിച്ചിട്ടുള്ളൂ. സമ്പത്തിന്റെ ചെറിയൊരു ഭാഗം ചെലവഴിച്ചുകൊണ്ട്, സമയത്തിന്റെ ചെറിയൊരു ഭാഗമെങ്കിലും നീക്കി വെച്ചുകൊണ്ട്, നിങ്ങളുടെ ആരോഗ്യത്തിന്റെ ചെറിയൊരു അംശമെങ്കിലും ചെലവഴിച്ചുകൊണ്ട് അള്ളാഹുവിന്റെ ദീനിനു വേണ്ടി നിങ്ങൾക്ക് എന്ത് ചെയ്യാൻ സാധിക്കുമെന്നാണ് ചോദിക്കുന്നത്. വജാഹിദു ഫില്ലാഹി ഹഖ്ഖ ജിഹാദിഹി വജ്തബാകും വമാ ജഅല അലൈക്കും ഫിദ്ദീനി മിൻ ഹർജ് മില്ലത അബീകും ഇബ്രാഹിം. അള്ളാഹുവിന്റെ പ്രഖ്യാപനം, അള്ളാഹുവിന്റെ മാർഗത്തിൽ നിങ്ങൾ ജിഹാദ് ചെയ്യണേ എന്ന്. നിങ്ങൾക്കറിയോ ഇബ്രാഹിം നബി അലൈഹി സ്വലാമയുടെ കഥ എന്തായിരുന്നു എന്ന്, ചരിത്രം എന്തായിരുന്നു എന്ന്? അദ്ദേഹത്തിന്റെ ജിഹാദിന്റെ പാഠങ്ങൾ നിങ്ങളുടെ ജീവിതത്തിൽ അറിയില്ല നിങ്ങൾക്ക്. പടച്ചവൻ നിങ്ങളോട് മതത്തിന്റെ കാര്യത്തിൽ ഒരു നിർബന്ധവും ചെലുത്തുന്നില്ല. നിങ്ങളുടെ കഴിവിന്റെ പരമാവധി ചെയ്യാൻ വേണ്ടി മാത്രമാണ് ആവശ്യപ്പെടുന്നത്. അതോടൊപ്പം തന്നെ നിങ്ങൾ ഓർക്കേണ്ട ഒരു കാര്യം, മില്ലത്ത് അബീക്കും ഇബ്രാഹിം, ഇബ്രാഹിം നബി അലൈഹി സ്വലാമയുടെ ഒരു മില്ലത്തുണ്ട്. ഒറ്റയാരായി ജീവിച്ച് ഒരു സമൂഹത്തിന് മാതൃകയായി, ഒരു സമൂഹം എന്ന നാമത്തിന്റെ വിശേഷണമായി അറിയപ്പെട്ടിരുന്ന ഇബ്രാഹിം നബി അലൈഹി സ്വലാമയുടെ ജീവിത പാന്താവുകൾ, ആ മാർഗങ്ങൾ നിങ്ങളുടെ മുമ്പിലുണ്ട്. അതോർത്തുകൊണ്ടായിരിക്കണം അള്ളാഹുവിന്റെ മാർഗത്തിൽ ഇറങ്ങി പുറപ്പെടേണ്ടതെന്ന്. സഹോദരങ്ങളെ, പ്രയാസങ്ങളില്ലാത്തവരില്ല, ബുദ്ധിമുട്ടുകളില്ലാത്തവരില്ല. പക്ഷെ എല്ലാം നമ്മൾ അള്ളാഹുവിൽ അവലംബിച്ചുകൊണ്ട്, അള്ളാഹുവിന്റെ കാരുണ്യത്തെ പ്രതീക്ഷിച്ചുകൊണ്ട്, അവനിലുള്ള സമാധാനം കണ്ടെത്തിക്കൊണ്ട് നമ്മൾ മുന്നോട്ട് പോകുമ്പോ ഖുർആൻ പറഞ്ഞതുപോലെ എന്തൊക്കെ ലുറുകൾ ഇവിടെയുണ്ടോ ആ ലുറുകൾ മുഴുവനും മാറ്റിക്കളയാൻ ഒരേ ഒരാൾക്ക് മാത്രമാണ് സാധിക്കുന്നത്. അത് അള്ളാഹുവാണ്, പ്രപഞ്ച രക്ഷിതാവായ അള്ളാഹുവാണ്. അല്ലാഹു അക്ബർ, അല്ലാഹു അക്ബർ, വലില്ലാഹിൽ ഹംദ്. നിങ്ങൾക്ക് എന്തെങ്കിലും നന്മകൾ ബാധിക്കുന്നുണ്ടെങ്കിൽ ആലോചിക്കുക, എല്ലാ കാര്യത്തിനും കഴിവുള്ളവരാണ് കേട്ടോ പടച്ച റബ്ബ്. ആ നന്മകൾ എന്നേക്കുമായി നിലകൊള്ളണമെന്നില്ല, ആ നന്മകളുമായി തന്നെ നിങ്ങൾ മുന്നേറണമെന്നില്ല. ആ നന്മകൾ ലഭിച്ചതിന്റെ പേരിൽ ഏതെങ്കിലും തരത്തിലുള്ള അഹങ്കാരങ്ങളോ, ഏതെങ്കിലും തരത്തിലുള്ള പൊങ്ങച്ചങ്ങളോ, ഏതെങ്കിലും തരത്തിലുള്ള താനെന്ന ഭാവമോ നിങ്ങളുടെ ജീവിതത്തിൽ ഉണ്ടാകേണ്ടതില്ല. ആ ഖൈറിനെ ഏത് വിധത്തിലാക്കണമെങ്കിലും പടച്ചവൻ കഴിവുള്ളവനാണ് കേട്ടോ എന്നുള്ള പ്രഖ്യാപനം കൂടെ അള്ളാഹു അവിടെ നടത്തുന്നതായി നമ്മൾ കാണുന്നു. നമ്മൾ ആലോചിക്കുക, അവസാനിപ്പിക്കുമ്പോ ഒരുപാട് ഹുർമത്തുകളാണ്, ഒരുപാട് ബഹുമാന്യമായ സംഗതികളാണ്,
ബഹുമാന്യമായ ദിനങ്ങളിലൂടെയാണ് നമ്മൾ കടന്നു പോകുന്നത്. പവിത്രമായ സംഗതികൾ ലോകത്തിന്റെ ഭാഗങ്ങളിൽ നടക്കുന്നു. പവിത്രമായ ആളുകൾ ആ ഭാഗങ്ങളിലേക്ക് പോയിക്കൊണ്ടിരിക്കുന്നു. അവരുടെ ഈമാനിനെ സംശുദ്ധീകരിച്ചുകൊണ്ട് കൂടുതൽ പവിത്രമായ നാടുകളിലേക്ക് അവർ കടന്നു വരുന്നു. ഏറ്റവും ശുദ്ധമായ രീതിയിൽ അവർ തിരിച്ചു വരുന്നു. ഉമ്മമറ്റ കുഞ്ഞിനെ പോലെ തിരിച്ചു വരുന്ന വിശ്വാസികളെ നമ്മൾ കാണുന്നു. ലോകം ആ നിലക്ക് ഏറ്റവും പവിത്രമായ രൂപത്തിലേക്ക് മാറിക്കൊണ്ടിരിക്കുമ്പോ നമ്മൾ ആലോചിക്കേണ്ടത് അള്ളാഹുവിന്റെ അടയാളങ്ങളാണ്, അള്ളാഹുവിന്റെ ചിഹ്നങ്ങളാണ് ഈ ബലിമൃഗങ്ങൾ, ഈ പള്ളികൾ, ഇവിടെയുള്ള മന്ത്രങ്ങൾ, ഇവിടെയുള്ള നമസ്കാരങ്ങൾ, ഇവിടെയുള്ള തക്ബീറുകൾ എന്നൊക്കെ പറയുന്നത് പടച്ചവൻ വെച്ചിരിക്കുന്ന ചില പ്രത്യേക അടയാളങ്ങളാണ്. നിങ്ങൾ മുസ്ലിമാണ് എന്ന്, നിങ്ങൾ മുഅ്മിനാണ് എന്ന്, നിങ്ങളുടെ ജീവിതത്തിൽ ഈമാനിന്റെ അടയാളങ്ങളുണ്ട് എന്ന് അതിന്റെ ബഹിസ്ഫുരണങ്ങൾ എന്നോണം പ്രഖ്യാപിക്കുന്ന ഈ പ്രഖ്യാപനങ്ങളാണ് ലാ ഇലാഹ ഇല്ലല്ലാഹ്, അല്ലാഹു അക്ബർ, വലില്ലാഹിൽ ഹംദ്. ഈ പ്രഖ്യാപനങ്ങൾ ഓരോന്നും നടത്തുമ്പോ നമ്മൾ ആലോചിക്കുന്നത്, നമ്മൾ ശ്രദ്ധിക്കുന്നത് അള്ളാഹുവിന്റെ അവതാരങ്ങളെ പാടിപ്പുകഴ്ത്തിക്കൊണ്ട് അള്ളാഹുവിന്റെ ആ അടയാളങ്ങളെ നമ്മൾ അംഗീകരിക്കുകയാണ്, നമ്മൾ പ്രഖ്യാപിക്കുകയാണ്, അതിനുവേണ്ടി നമ്മൾ പരിശ്രമിക്കുകയാണ്. ഈ കാര്യങ്ങൾ ഓരോന്നും ചെയ്യുന്നത് അള്ളാഹുവിനുള്ള അചഞ്ചലമായ വിശ്വാസത്തിന്റെ പേരിലായിരിക്കണമെന്നാണ്. അവസാനിപ്പിക്കാം. ഒരു പ്രഖ്യാപനം കൂടെ ഉണ്ടല്ലോ ഇബ്രാഹിം നബി അലൈഹി സ്വലാമയുടെ മകനെ നോക്കി പറയുന്ന ഒരു കാര്യം, യാ ബുനയ്യ ഇന്നി അറാ ഫിൽ മനാം അന്നി അദ്ബഹുക ഫൻദുർ മാദാ തറാ ഖാല യാ അബതി ഫഅൽ മാ തുമർ സതജിദുനി ഇൻഷാ അല്ലാഹു മിനസ് സാബിരീൻ. ഇബ്രാഹിം നബി അലൈഹി സ്വലാം തന്റെ മകനെ വിളിച്ചു പറയാ, മകനെ നിന്നെ അറുക്കണമെന്ന് ഞാൻ സ്വപ്നത്തിൽ കാണുന്നു, എന്താണ് നിന്റെ അഭിപ്രായം? യാ അബതി ഫഅൽ മാ തുമർ സതജിദുനി ഇൻഷാ അല്ലാഹു മിനസ് സാബിരീൻ. പിതാവേ, നിങ്ങളോട് രക്ഷിതാവ് എന്താണ് കൽപ്പിച്ചിരിക്കുന്നത്, ആ കൽപ്പന അങ്ങനെ തന്നെ നിങ്ങൾ പ്രാവർത്തികമായിക്കോളൂ. ഞാൻ ക്ഷമാലുക്കളുടെ കൂട്ടത്തിൽ ഉൾപ്പെട്ടവനായി നിങ്ങൾക്ക് എന്നെ കാണാൻ സാധിക്കുമെന്ന് പ്രഖ്യാപിക്കുന്ന ഒരു മകനെ നമ്മൾ കാണുന്നു. അങ്ങനെയായിരുന്നു അവരുടെ വളർച്ച, അങ്ങനെയായിരുന്നു അവരുടെ കുടുംബജീവിതം, അങ്ങനെയായിരുന്നു ആ മാതാപിതാക്കളും മകനും തമ്മിലുള്ള ബന്ധമെന്ന് പറയുന്നത്. അങ്ങനെയാണ് അവരുടെ കുടുംബത്തെ അവർ ചിട്ടപ്പെടുത്തിയത്. അതുകൊണ്ടാണ് ഖുർആൻ പറഞ്ഞത് ഇബ്രാഹിം നബി അലൈഹി സ്വലാമയിൽ ലോകാവസാനം വരെയുള്ള ജനങ്ങൾക്ക് കൃത്യമായ പാഠങ്ങളുണ്ട് എന്ന് പഠിപ്പിച്ചുകൊണ്ടാണല്ലോ അവിടെ അവസാനിപ്പിക്കുന്നത്. ആലോചിക്കുക, ഇവിടെ ഈ മകനെ അറുക്കാൻ, ഏതെങ്കിലും മക്കളെ അറുക്കാൻ, അവരെ ബലി കഴിക്കാനല്ല നമ്മളോട് ആവശ്യപ്പെട്ടത്. സൂചിപ്പിച്ചതുപോലെ നമുക്ക് വേണ്ടി അല്ലാഹ് നമ്മുടെ ദീനിന് വേണ്ടി നമുക്ക് എന്തെങ്കിലുമൊക്കെ ആയിട്ട് നമ്മുടെ സമയമോ നമ്മുടെ സമ്പത്തോ നമ്മുടെ സൗകര്യങ്ങളോ നമ്മുടെ ആരോഗ്യമോ ഒക്കെ ഒരല്പം ഈ ദീനിന്റെ മാർഗത്തിൽ ചെലവഴിക്കാനുള്ള സന്മനസ്സുകളാണ്, അതിനുവേണ്ടിയുള്ള തീരുമാനങ്ങളാണ് നമുക്ക് ഇന്നത്തെ ദിവസത്തിൽ ഉണ്ടാകേണ്ടത്. ആ നിലക്ക് മുന്നോട്ട് പോകാൻ അള്ളാഹു നമ്മെ ഓരോരുത്തരെയും അനുഗ്രഹിക്കുമാറാകട്ടെ. അള്ളാഹു നമ്മുടെ പാപങ്ങൾ നമുക്ക് പുറത്തു തന്ന് അവന്റെ ജന്നാത്തുൽ ഫിർദൗസിൽ അള്ളാഹു നമ്മെ ഓരോരുത്തരെയും ഒരുമിച്ച് കൂട്ടി അനുഗ്രഹിക്കുമാറാകട്ടെ. നമ്മുടെ മാതാപിതാക്കൾക്ക് അള്ളാഹു മഗ്ഫിറത്തും മർഹമത്തും നൽകുമാറാകട്ടെ. ജീവിച്ചിരിക്കുന്നവർക്ക് ആരോഗ്യമുള്ള ആയുസ് നൽകി അള്ളാഹു അവർ അനുഗ്രഹിക്കുമാറാകട്ടെ. നമ്മുടെ കുടുംബത്തിലും കുട്ടികളിലുമൊക്കെ അള്ളാഹു സമാധാനം നൽകുമാറാകട്ടെ, സന്തോഷം നൽകുമാറാകട്ടെ. ഈ ലോകത്തും പരലോകത്തുമൊക്കെ ഉപകാരപ്പെടുന്ന വിധത്തിൽ നമ്മളെ മക്കൾ വളർത്താൻ അള്ളാഹു നമ്മെ അനുഗ്രഹിക്കുമാറാകട്ടെ. അല്ലാഹുമ്മ റബ്ബനാ തഖബ്ബൽ മിന്നാ ഇന്നക അൻത സമീഉൽ അലീം വതുബ് അലൈനാ ഇന്നക അൻത തവ്വാബുർ റഹീം വഗ്ഫിർ ലനാ യാ ഗഫൂറൽ മുദ്നിബീൻ. അല്ലാഹുമ്മ അഗ്ഫിർ ലിൽ മുഅ്മിനീന വൽ മുഅ്മിനാത്ത് വൽ മുസ്ലിമീന വൽ മുസ്ലിമാത്ത് അൽഅഹ്യാഇ മിൻഹും വൽ അംവാത് ഇന്നക മുജീബു ദഅവാതി യാ ഖാദിയൽ ഹജാത് طيب سراهم واجعل الجنة مواهم. اللهم اعز الإسلام والمسلمين وأذل الشرك والمشركين. اللهم ربنا آتنا في الدنيا حسنة وفي الآخرة حسنة وقنا عذاب النار. آمين آمين برحمتك يا أرحم الراحمين.